Hi dears, welcome to EdRe BCom online class. Today we are discussing BCOE 141 Principles of Marketing, Block 6, Unit 18, Rural Marketing. Rural marketing means the marketing in rural areas. റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് റൂറൽ ഏരിയാസിലാണ്. അതായത് നമ്മുടെ വില്ലേജ് കമ്മ്യൂണിറ്റിയാണ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ മെയിൻ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് അഗ്രികൾച്ചർ. പ്രധാനമായ ഒരു വരുമാനത്തിന് വേണ്ടി എന്താണ് ആശ്രയിക്കുന്നത്? അഗ്രികൾച്ചറിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിലെ മാർക്കറ്റിംഗ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 1990-നൊക്കെ ശേഷമാണ് റൂറൽ ഏരിയാസിലെ മാർക്കറ്റിങ്ങിന് ഇത്രയും അധികം പ്രാധാന്യം വന്നത്. ആദ്യകാലങ്ങളിൽ പലരും തിരിഞ്ഞു നോക്കാത്ത ഒരു ഏരിയ ആയിരുന്നു റൂറൽ ഏരിയ. കാരണം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവിടേക്ക് പ്രോഡക്റ്റ് എത്തിക്കുക അല്ലെങ്കിൽ നമ്മളുടെ സർവീസുകൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ആ റൂറൽ ഏരിയയിൽ പല വലിയ കമ്പനികളിലും മാർക്കറ്റിംഗ് ആദ്യകാലങ്ങളിൽ നടത്തിയിരുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഈ റൂറൽ മാർക്കറ്റ് എന്നുള്ള ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ റൂറൽ ഏരിയയിൽ വരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഒന്ന്, പോപ്പുലേഷൻ ഡെൻസിറ്റി ലെസ് ദാൻ 400 per square kilometer. ഒരു സ്ക്വയർ കിലോമീറ്ററിലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയിൽ കുറവായിരിക്കും? 400 per square feet കുറവായിരിക്കും. അതായത് സ്ക്വയർ കിലോമീറ്റർ, ഒരു കിലോമീറ്റർ നീളം വീതി അങ്ങനെ ആ മൊത്തത്തിൽ വരുന്ന ആ ഒരു സമചതുര പോർഷനിൽ അവരുടെ ആ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 400-ൽ കുറവ്. അതേപോലെ തന്നെ 75% ഓഫ് മെയിൽ വർക്കിംഗ് പോപ്പുലേഷൻ, മൊത്തത്തിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ 75% എന്തിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക? അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ റൂറൽ ഏരിയ അല്ലെങ്കിൽ റൂറൽ ഇൻഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ആ അവികസിത പ്രദേശങ്ങൾ, ഉൾപ്രദേശങ്ങൾ, റൂറൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി ഓഫ് പീപ്പിൾ നമ്മൾ പറഞ്ഞു വില്ലേജേഴ്സ് ആണ്. ഏകദേശം 6.4 lakh വില്ലേജസ് ആണ് ഇന്ത്യയിലുള്ളത്. 6.4 ലക്ഷം ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവിടെ എത്രമാത്രം ആളുകൾ താമസിക്കുന്നുണ്ടാവുമെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഏരിയയിലുള്ള ആളുകളെക്കുറിച്ചും അവരുടെ മാർക്കറ്റുകളെക്കുറിച്ചും മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ മാർക്കറ്റുകളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് ഗ്രീൻ റെവല്യൂഷൻ്റെയൊക്കെ ശേഷം ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും തുടങ്ങി. അതായത് ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്കും തൊഴിലവസരങ്ങൾ കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ ഇൻകം ലെവൽ വർദ്ധിക്കാൻ തുടങ്ങി. അവർ കൃത്യമായി ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിൽ ശാസ്ത്രീയമായ രീതിയിലൊക്കെ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ ആ ഗ്രാമപ്രദേശത്തേക്ക് ഒരുപാട് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് വരെ അവരുടെ പ്രോഡക്ട്സ് എത്തിക്കാൻ തുടങ്ങി. കാരണം 1990-ൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള പോളിസി, ഇക്കണോമിക് പോളിസി നടപ്പിലാക്കിയപ്പോൾ ഗവൺമെൻറ് ഒരുപാട് ലൈസൻസിങ് നിയന്ത്രണങ്ങളും ടാക്സേഷൻ ഇളവുകളൊക്കെ കൊണ്ടുവന്നു. അതായത് ലൈസൻസുകളുടെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ലിബറലൈസ് ചെയ്തു. ഏത് വിദേശ കമ്പനിക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ വന്ന് കച്ചവടം നടത്താം, ചെറിയ ചെറിയ നിയന്ത്രണങ്ങളോടുകൂടി. അല്ലാതെ അവർ ഫ്രീ ആയിട്ട് അങ്ങോട്ട് എൻട്രി അല്ല എങ്കിൽ കൂടിയും ചില ഏരിയാസിൽ, ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ 100% ഫുൾ ആയിട്ട് അവർക്ക് ഫ്രീ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അനുമതിയൊക്കെ ഗവൺമെൻറ് കൊടുത്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് റൂറൽ ഏരിയയിലേക്ക് ഒരുപാട് കമ്പനികൾ അവരുടെ പ്രോഡക്ട്സ് എത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ റൂറൽ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് സ്കാറ്റേർഡ് മാർക്കറ്റ് ആയിരിക്കും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ളവരായിരിക്കും. അവരുടെ ഇൻകം ലെവൽ വളരെ കുറവായിരിക്കും. അവരുടെ കൺസംഷൻ പാറ്റേണിൽ വളരെയധികം വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കും. പല രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് ജോഗ്രഫിക്കൽ, ഇക്കണോമിക്, കൾച്ചറൽ, മോറൽ ആൻഡ് അതർ
സ്ട്രക്ചേഴ്സ്, ഇതിലെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ റൂറൽ ഏരിയയിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഈ റൂറൽ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക, അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എന്താണ് എന്ന് തിരിച്ചറിയുക, അത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതെല്ലാം അത് വളരെ കുറച്ച് ചാലഞ്ചസ് ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു റൂറൽ മാർക്കറ്റിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു റൂറൽ മാർക്കറ്റിനെ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂറൽ മാർക്കറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, സവിശേഷതകൾ? ഏറ്റവും ആദ്യമായി പറയുന്നത് ലാർജ് ആൻഡ് സ്കാറ്റേർഡ് പോപ്പുലേഷൻ. റൂറൽ ഏരിയയിൽ, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഛിന്ന ഭിന്നമായി കിടക്കാന്ന് പറയും. സ്കാറ്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കാന്ന് പറയും. ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഇവർ താമസിക്കുന്ന ആ ഏരിയാസ് തമ്മിൽ. ഇപ്പോൾ അർബൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൗൺ എന്ന് പറയുമ്പോൾ ആ വളരെ കുറച്ച് കിലോമീറ്ററുകൾക്കുള്ളിലാണ് എത്രയോ 10,000 ആളുകൾ താമസിക്കുന്നുണ്ടാവും. പക്ഷേ റൂറൽ ഏരിയയിൽ അങ്ങനെയല്ല, ഒരുപാട് ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പലയിടത്തും ചിതറിക്കിടക്കുന്നത് പോലെ താമസിക്കുന്നവരാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ നോക്കുന്നത് റൈസിങ് പർച്ചേസിങ് പവർ. ഇന്നത്തെ ഒരു ട്രെൻഡ്, റൂറൽ മാർക്കറ്റിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ആളുകളുടെ വ്യക്തിഗത വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം റൂറൽ ഏരിയയിലും ഒരുപാട് ചെറിയ ചെറിയ സ്വയം തൊഴിൽ സംരംഭങ്ങളും ചെറിയ അഗ്രികൾച്ചറൽ പ്രോസസ്സിങ് യൂണിറ്റുകളും അഗ്രികൾച്ചറൽ പ്രോഡക്റ്റൊക്കെ വെച്ച് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഫ്രൂട്ട് ജാമുകൾ, സ്ക്വാഷുകൾ, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ ആക്കുന്ന യൂണിറ്റുകൾ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ ഭാഗമാകുന്നതിലൂടെ റൂറൽ ഏരിയയിലുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ തൊഴിലിലൂടെ അവർക്ക് വരുമാനവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ പർച്ചേസിങ് പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവരുടെ കൺസംഷൻ പാറ്റേണിലും വ്യത്യാസമുണ്ടാവും. ദെൻ സ്റ്റഡി മാർക്കറ്റ് ഗ്രോത്ത്. അപ്പോൾ റൂറൽ ഏരിയയിലെ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡിമാൻഡ് ആയിരിക്കും. അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ അവർ റെഗുലറായി വാങ്ങിക്കും. പിന്നെ അവരുടെ പർച്ചേസിങ് പവർ വർദ്ധിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രോഡക്ട്സിനെ ആ പ്രോഡക്ട്സിനോടുള്ള ഡിമാൻഡ് കൂടി അവരുടെ മാർക്കറ്റിൽ ആളുകൾ എത്തിച്ചേരുന്നതിൻ്റെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. മാർക്കറ്റിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ നമ്മൾക്ക് കാണാൻ തുടങ്ങി. പിന്നെ വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ. പക്ഷേ പിന്നീട് ഗവൺമെൻറ് ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരുപാട് റോഡുകൾ, അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി എന്നുള്ള രീതിയിലൊക്കെയാണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് വർദ്ധിക്കാൻ തുടങ്ങി. പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ കൂടുതലായും ഗവൺമെൻറ് ഗ്രാമപ്രദേശങ്ങളിൽ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. ദെൻ ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റൂറൽ ഏരിയയിൽ താമസിക്കുന്നവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെ ഒരു ലോ ലെവലിലായിരിക്കും. അവർ അർബൻ പീപ്പിളിൻ്റെ അത്രയും ഫാഷനബിളോ അല്ലെങ്കിൽ എല്ലാ പ്രോഡക്റ്റും ശുചിത്വം നോക്കിയോ പ്രീമിയം ക്വാളിറ്റി നോക്കിയോ ഒന്നും വാങ്ങുന്നവരാവില്ല. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിൽ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവരായിരിക്കും. ദെൻ അവരുടെ വീടുകളാണെങ്കിലും അവരുടെ ജീവിത ശൈലികളാണെങ്കിലും എല്ലാം ഒരു ലോ സ്റ്റാൻഡേർഡ് കവർ ചെയ്യുന്ന രീതിയിലാണ്. ദെൻ ട്രഡീഷണൽ ഔട്ട്ലുക്കാണ്. പലപ്പോഴും പല ഗ്രാമപ്രദേശങ്ങളിലുള്ളവരും ആ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നവരാണ്. അവരുടെ ഫുഡ് ഹാബിറ്റ്സിലാണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈലിലാണെങ്കിലും വളരെ പെട്ടെന്ന് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ കൺസ്യൂമേഴ്സിന് കഴിയുന്നതല്ല. അവിടെയുള്ള ആളുകൾക്കും അവരുടെ ചിന്താഗതി കുറച്ച് ട്രഡീഷണൽ ആയിരിക്കും. ദെൻ സെപ്പറേറ്റ് മാർക്കറ്റിംഗ് മിക്സ് റിക്വയർഡ്. നമ്മൾ അർബൻ ഏരിയയിൽ ഓഫർ ചെയ്യുന്ന ആ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മാത്രം നമ്മൾ അതേപോലെ അഡോപ്റ്റ് ചെയ്താൽ റൂറൽ ഏരിയയിൽ നമ്മൾക്ക് സക്സസ് ആവില്ല. കാരണം കൺസ്യൂമേഴ്സിൻ്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. അർബൻ ഏരിയയിലുള്ള ആളുകളുടെ പോലെയുള്ള ഡ്രസ്സിങ് സ്റ്റൈലോ കൺസംഷൻ പാറ്റേണോ ഒന്നുമല്ല ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അർബൻ ഏരിയയിൽ അഡോപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മിക്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് എവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല? റൂറൽ ഏരിയയിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റൂറൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ സെപ്പറേറ്റ് മാർക്കറ്റിംഗ് മിക്സ് തന്നെ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും സ്പെഷ്യാലിറ്റീസൊക്കെയാണ് നമ്മളുടെ റൂറൽ മാർക്കറ്റിനുള്ളത്. അപ്പോൾ ഇതിൽ ചിലതെല്ലാം നമ്മൾ റൂറൽ മാർക്കറ്റിങ്ങിലെ കമ്പനീസിനെ സഹായിക്കുന്നതാണ്, മാർക്കറ്റിംഗ് ഗ്രോത്ത് പ്രോംപ്റ്റ് ചെയ്യുന്നതാണ്. ചിലത് നമ്മൾ ചാലഞ്ചസ് പോലെ ഫേസ് ചെയ്യേണ്ടതാണ്.
റൂറൽ മാർക്കറ്റ്, ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗ്രോത്ത്, ചാലഞ്ചസ്. ആ 3 ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റൂറൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെയൊക്കെ സവിശേഷത പറഞ്ഞു. റൂറൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിക്ക് അവിടെ കാണാൻ കഴിയുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, പുറത്തുനിന്ന് വരുന്ന കമ്പനികൾ അവരുടെ പ്രോഡക്ട്സ് റൂറൽ മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്നു. അതോടൊപ്പം റൂറൽ ഏരിയയിൽ നിന്ന് അവരുടെ അഗ്രികൾച്ചറൽ ഇൻപുട്സും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും ഒക്കെ തിരിച്ച് അർബൻ ഏരിയയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ റൂറൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാലഞ്ചസ് നേരിടുന്നതാണ്. കാരണം പ്രധാനമായും നമ്മൾക്ക് റൂറൽ മാർക്കറ്റിൻ്റെ സവിശേഷതകൾ തന്നെ നമ്മൾക്കറിയാം. പോപ്പുലേഷൻ സ്കാറ്റേർഡ് ആണ്, വളരെ ലോ റേറ്റ് ഓഫ് ഇൻകമാണ് അവർക്കുള്ളത്. അതിപ്പോൾ ഇങ്ങനെ ഇൻക്രീസിങ് നാച്ചുറലാണ് ഉള്ളത് എങ്കിൽ കൂടിയും പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വ്യത്യാസമുണ്ട്. അർബൻ ഏരിയയിലുള്ള ആളുകളുടെ ഡിമാൻഡ് പോലെയല്ല, ഇവർക്ക് കുറേ ട്രഡീഷണൽ ഔട്ട്ലുക്ക് ഉണ്ട്. ദെൻ അവരുടെ പർച്ചേസിങ് പാറ്റേണിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ റൂറൽ മാർക്കറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റൂറൽ ഏരിയയാണ് ഇന്ത്യയിലുള്ളത് കൂടുതൽ പ്രദേശവും. അപ്പോൾ അവിടെയുള്ള റൂറൽ കൺസ്യൂമേഴ്സിനെ കൂടുതലായി അട്രാക്റ്റ് ചെയ്യുവാനും അവരെ നല്ല ഡിലൈറ്റഡായി കീപ്പ് ചെയ്യാനും കഴിഞ്ഞാൽ അതൊരു റെഗുലർ ഇൻകം പോലെയാണ് നമ്മുടെ മാനുഫാക്ചറേഴ്സിന്. കാരണം അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കത് മാന്യമായ വിലയിലുള്ളതാണെന്ന് മനസ്സിലായാൽ അവരത് റെഗുലറായി വാങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം റൂറൽ മാർക്കറ്റുകളിലേക്ക് എൻ്റർ ചെയ്യാൻ നമ്മുടെ ഗ്രീൻ റെവല്യൂഷനും LPG പോളിസി അഡോപ്ഷനൊക്കെ ശേഷം ഒരുപാട് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും റൂറൽ മാർക്കറ്റിനെ എയിം ചെയ്തുകൊണ്ട് അവരുടെ പ്രോഡക്റ്റും സർവീസും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ആ റൂറൽ ഏരിയയുടെ ആ സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഒന്ന്, ഇൻക്രീസ്ഡ് ഡിമാൻഡ്. നമ്മൾക്ക് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതോടൊപ്പം ആ റൂറൽ ഏരിയയിലുള്ള ആളുകളുടെ പ്രോഡക്ട്സിനുള്ള ഡിമാൻഡും വർദ്ധിക്കും. അപ്പോൾ നമ്മുടെ റൂറൽ മാർക്കറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻക്രീസ് ലെവൽ ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു പോപ്പുലേഷൻ ഇൻക്രീസ്. പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് റൂറൽ ഇൻകത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാകുന്ന വർധനവ് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ആളുകൾ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ഇറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള വർധനവ്, അതിൽ നിന്നുള്ള വരുമാനം, അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്രീസ് ചെയ്യാനും റൂറൽ ഏരിയയിലെ ആളുകളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മളുടെ വരുമാനം കൂടുമ്പോഴാണ് നമ്മൾക്ക് നല്ല നല്ല പ്രോഡക്ട്സ് വാങ്ങിക്കാനും നല്ല ഉയർന്ന രീതിയിലുള്ള ജീവിത നിലവാരം ഉറപ്പുവരുത്താനും കഴിയുന്നത്. അപ്പോൾ ഉയർന്നു വരുന്ന പർച്ചേസിംഗ് പവർ ഇറ്റ് എനേബിൾസ് ദ റൂറൽ പീപ്പിൾ ടു ഇൻക്രീസ് ദയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ദെൻ അടുത്തതായി പറയുന്നത് എന്താ? ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഹെൽപ്പ് റൂറൽ ഏരിയ. പലതരം പദ്ധതികളിലൂടെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളുമുണ്ട്, നോൺ ഗവൺമെൻറ് സ്ഥാപനങ്ങളുമുണ്ട്. ദെൻ ലിറ്ററസി റേറ്റ്. ഗ്രാമപ്രദേശങ്ങളിൽ പണ്ടുള്ള ആൾക്കാർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയുമായിരുന്നില്ല. ഇന്നത്തെ ട്രെൻഡുകളെക്കുറിച്ചോ ഇന്നത്തെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ ഒന്നും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, അവർക്ക് വിദ്യാഭ്യാസം വർദ്ധിച്ചു വരുന്നുണ്ട്. ഏത് ഗ്രാമപ്രദേശത്തിലുള്ള ആളുകളാണെങ്കിലും അടിസ്ഥാന വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും, അവരുടെ പർച്ചേസിങ് ബിഹേവിയറിൽ മാറ്റം വരും. നല്ല പ്രോഡക്റ്റും ചീത്ത പ്രോഡക്റ്റും ഒക്കെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇന്ന് റൂറൽ ഏരിയയിലുള്ള കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ ഇൻഫ്ലോ ഓഫ് ഫോറിൻ റെമിറ്റൻസ്. അതായത് പല ആളുകളും ഗ്രാമപ്രദേശങ്ങളിലുള്ള പല ആളുകളും ജോലി തേടി നല്ല ശമ്പളം തേടി നല്ല നല്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇൻകം ആ ഗ്രാമപ്രദേശത്തുള്ള ആളുകളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും അവരുടെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള അവയർനെസ് റൂറൽ പീപ്പിളിൻ്റെ ഇടയിൽ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദെൻ ഗ്രോയിങ് അർബൻ റൂറൽ ഇൻ്ററാക്ഷൻ. പണ്ട് പട്ടണത്തിലുള്ളവർ അവിടെ താമസിക്കുന്നു, ഗ്രാമത്തിലുള്ളവർ കൃഷിയും കാര്യമായിട്ട് ഇവിടെ താമസിക്കുന്നു, അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഗ്രാമത്തിലുള്ളവർ ഡെയിലി പട്ടണത്തിൽ പോയി ജോലി ചെയ്തു വരുന്നുണ്ടാവും. കാരണം ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ കാരണം അർബൻ റൂറൽ ഇൻ്ററാക്ഷൻ വളരെ കൂടുതലാണ്.
ഇതെല്ലാം നമ്മളുടെ റൂറൽ മാർക്കറ്റിങ്ങിന് അനുകൂലമായ ഘടകങ്ങളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ റൂറൽ മാർക്കറ്റിങ്ങിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചാലഞ്ചസുമുണ്ട്. ഒന്ന്, സ്കാറ്റേർഡ് പീപ്പിൾ. ഇവർ പല സ്ഥലത്തുള്ളവരാണ്, പല സ്വഭാവമുള്ളവരാണ്, അതേപോലെ തന്നെ പല ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ നമ്മൾ ഒരേ തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് പോളിസിയോ സ്ട്രാറ്റജിയോ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ കൺസ്യൂമേഴ്സിനെയും ഒരേപോലെ കവർ ചെയ്യാൻ പറ്റില്ല. അർബൻ ഏരിയയിൽ അങ്ങനെയല്ല, ഏകദേശം ഒരുവിധം ആളുകളെല്ലാം ഒരേ നാച്ചുറലുള്ളവരായിരിക്കും. പക്ഷേ റൂറൽ കൺസ്യൂമേഴ്സ് ആർ ഡിഫറെൻറ്റ്. പിന്നെ വേറൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ബാർട്ടർ സിസ്റ്റം ഉണ്ട്. ഒരു ഗ്രാമത്തിൽ എക്സസ് വരുന്ന പ്രോഡക്റ്റ് തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവർ തന്നെ പരസ്പരം ഷെയർ ചെയ്യുന്ന ബാർട്ടർ സിസ്റ്റമൊക്കെ പല സ്ഥലങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അത് ഒരുപാട് ഇമ്പാക്റ്റ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾക്ക് അങ്ങനെ ഒരു യൂണിഫോമിറ്റി കാണാൻ കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ ഫെസിലിറ്റീസ്, ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ അർബൻ ഏരിയയിലുള്ള അത്രയും ഫെസിലിറ്റി നമ്മൾക്ക് റൂറൽ ഏരിയയിൽ കാണാൻ കഴിയില്ല. പിന്നെ ഡിമാൻഡ്, പ്രോഡക്ട്സിനുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ആളുകൾ, ഭൂരിഭാഗം ആളുകളും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ, അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഇവരൊക്കെ മെയിനായും കൃഷി പ്രധാന വരുമാന മാർഗമാക്കിയവരാണ്. അവരുടെ കൃഷി എന്ന് പറയുന്നത് മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അവരുടെ ആ ഇൻകം ലെവൽ എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന മൺസൂണിൻ്റെ അളവിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തി പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനോ അവർക്ക് ഓഫർ ചെയ്യാനോ കഴിയില്ല. കാരണം അത് ചേഞ്ചിങ് ഡിമാൻഡാണ്. ദെൻ അവരുടെ ട്രഡീഷണൽ ലുക്ക്, പലപ്പോഴും അവരുടെ ആ ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് നമ്മളുടെ മോഡേൺ മാനുഫാക്ചറേഴ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അവർ ഓഫർ ചെയ്യുന്ന പല പ്രോഡക്റ്റും റൂറൽ കൺസ്യൂമേഴ്സിന് താല്പര്യമുണ്ടാവില്ല. അതേപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, കീടങ്ങളുടെ ആക്രമണം, കൃഷിയിലൊക്കെ ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ പകർച്ചവ്യാധികൾ, വരൾച്ച, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ റൂറൽ ഏരിയയിലുള്ള ആളുകളുടെ ദൈനംദിന ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റ് ചില ബുദ്ധിമുട്ടുകളാണ് റൂറൽ വെയർ ഹൗസുകളുടെ അഭാവം. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ സംഭരിച്ചു വെക്കണം, സംഭരണശാലകൾ വേണം. അപ്പോൾ ടൗണിലുള്ള പോലെ റെൻറ്റിന് കിട്ടുന്ന തരം വെയർ ഹൗസുകളൊന്നും പ്ലെൻറ്റി ആയിട്ട് എവിടെ അവൈലബിൾ ആവില്ല റൂറൽ ഏരിയയിൽ. അതേപോലെ തന്നെ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസിലാണെങ്കിലും റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും പ്രൈസിങ് ഫ്ലക്ച്വേഷൻസിലാണെങ്കിലും റൂറൽ മാർക്കറ്റിലെ കൺസ്യൂമേഴ്സ് റിയാക്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് നാച്ചുറലാണ്. അപ്പോൾ ഒരിക്കലും അർബൻ മാർക്കറ്റിനെ സമീപിക്കുന്ന അത്രയും ലാഘവത്തോടെ നമ്മൾക്കൊരിക്കലും റൂറൽ മാർക്കറ്റിനെ സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ മാർക്കറ്റേഴ്സ് റൂറൽ ഏരിയയിലുള്ള റൂറൽ കൺസ്യൂമേഴ്സിനെ ആണ് നമ്മളുടെ ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് എങ്കിൽ റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവിടെയുള്ള മാർക്കറ്റിനെ, ഏതാണോ നമ്മൾ എയിം ചെയ്യുന്ന മാർക്കറ്റ്, അവിടെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ നന്നായി മുൻകൂട്ടി പഠിച്ചിട്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം അവിടുത്തെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് മാറാം എന്ന് വിചാരിക്കരുത്. മുൻകൂട്ടി നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആവശ്യമുള്ള ക്വാളിറ്റിയിലും പ്രൈസിലും ഓഫർ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള മാനുഫാക്ചറേഴ്സിന് മാത്രമേ റൂറൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനും അവിടെ നമുക്ക് കൃത്യമായി അവരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ, റൂറൽ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയും ഉള്ളൂ. റൂറൽ മാർക്കറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ നോക്കിയത്. ഇനി റൂറൽ കൺസ്യൂമേഴ്സ്, ആരാണ് റൂറൽ കൺസ്യൂമേഴ്സ്, അവരുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, നമ്മൾ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും പല തരത്തിലായിരിക്കും. റൂറൽ കൺസ്യൂമേഴ്സ് മേ ബി ഡിഫർ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, റീജിയൻ ടു റീജിയൻ ആൻഡ് മാർക്കറ്റ് ടു മാർക്കറ്റ് എക്സെട്ര. ഒരേ ഗ്രാമത്തിൽ താമസിക്കുന്നവർ തന്നെ ആയിരിക്കാം, പക്ഷെ അവരിൽ പലരും പല സ്വഭാവങ്ങളുള്ളവരായിരിക്കും. അപ്പോൾ റൂറൽ മാർക്കറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് റൂറൽ കൺസ്യൂമേഴ്സ് എന്താണ്, അവരുടെ കാറ്റഗറീസ് എങ്ങനെയൊക്കെയാണ് എന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ പ്രധാനമായും വരുന്നത് 3 തരത്തിലുള്ള കൺസ്യൂമേഴ്സാണ്. ഇതിലും വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കാം, എങ്കിലും നമ്മൾ റൂറൽ കൺസ്യൂമേഴ്സിനെ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് കാറ്റഗറി ഇൻക്ലൂഡ് ലാർജ് സ്കെയിൽ ഫാർമേഴ്സ്.
വളരെ വലിയ എസ്റ്റേറ്റുകളും കാർഷിക തോട്ടങ്ങളും ഒക്കെയുള്ള വൻ കൃഷിക്കാരാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവർക്ക് ഒരുപാട് ഫ്ലോ ഓഫ് ഇൻകം ഉണ്ടായിരിക്കും, റിച്ച് പീപ്പിൾ ആയിരിക്കും, അവർക്ക് ഹൈ പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കും, ലക്ഷറിയസ് ലൈഫ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടം കൺസ്യൂമേഴ്സ് ഉണ്ട്. അവർ അർബൻ കൺസ്യൂമേഴ്സിനെ പോലെ തന്നെയാണ്. കാരണം അവർക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും വാങ്ങിക്കുവാനുള്ള ഇൻകം കപ്പാസിറ്റി അവർക്കുണ്ട്, ഹൈ പർച്ചേസിങ് പവർ ഉണ്ട്, അവരുടെ ചോയ്സുകൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റിനോടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും എങ്ങനെയുള്ള പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാനുള്ള അത്രയും കപ്പാസിറ്റിയുള്ള ഏറ്റവും സുഖലോലുപരായി ജീവിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട് റൂറൽ ഏരിയയിലാണെങ്കിൽ കൂടി. അതാണ് ഫസ്റ്റ് കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലാർജ് ഫാർമേഴ്സ് വിത്ത് മീഡിയം ഇക്കണോമിക് സ്റ്റാറ്റസ്. ഇവരും കൃഷിക്കാർ തന്നെയാണ്. ലാർജ് സ്കെയിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അവർക്കും അത്യാവശ്യം ഇൻകം ഒക്കെ ഉണ്ടായിരിക്കും, അത്യാവശ്യം നല്ല എക്കണോമിക് സ്റ്റാറ്റസും ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് കാറ്റഗറിയുടെ അത്രയും ഉണ്ടാവില്ല. ഇവർ തലമുറകളായി പണക്കാരായിരിക്കും. ഇവർക്ക് വരുമാനമുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും അവരുടെ കൂലിക്കാർക്ക് കൂലി കൊടുക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു വരുമാനം ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ കാറ്റഗറിയുടെ അത്രയും സമ്പന്നരായിരിക്കില്ല രണ്ടാമത്തെ കാറ്റഗറിയിൽ. മൂന്നാമത്തെ കാറ്റഗറി റൂറൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫാം ലേബറേഴ്സ്. നമ്മുടെ തോട്ടങ്ങളിലും അതുപോലെ കൃഷി സ്ഥലങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. അവർക്ക് വളരെ ലോ ലെവൽ ഓഫ് ഇൻകം ആയിരിക്കും. ചിലപ്പോൾ താമസിക്കുന്നത് തന്നെ ചെറിയൊരു വീട്ടിലായിരിക്കും. പണ്ടത്തെ കാലത്തൊക്കെ ഈ വലിയ വലിയ കൃഷിക്കാരുടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ കുടില് കെട്ടി താമസിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നല്ല. അവനവന് സ്വന്തമായി ചെറിയ വീടുകളോ ഗവൺമെൻറ് പാസ്സാക്കി കൊടുക്കുന്ന ഒരുപാട് വീടുകളുണ്ട്, അവർക്കായി നൽകുന്ന ഹൗസിംഗ് കോളനികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സ്വന്തമായി ചെറിയൊരു ഭവനത്തിലൊക്കെ താമസിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ, അവർ വെയ്ജ് ഏണേഴ്സ് ആവും, കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ ലോ ലെവൽ ഇൻകം ആയിരിക്കും. അവരുടെ പർച്ചേസിങ് നാച്ചർ എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റീസിലായിരിക്കും വാങ്ങുന്നത്. ടൗണിലുള്ള ആളുകൾ ഒരു മാസത്തേക്ക് 5 ലിറ്റർ എണ്ണയൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ സാധാരണക്കാരായ കൂലിപ്പണിക്കാർ 1/2 ലിറ്റർ എണ്ണയോ അവർക്ക് ആവശ്യമുള്ള അത്രയും സ്മാൾ ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും. അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിക്കുന്നവരായിരിക്കും. ലക്ഷറിയസ് പ്രോഡക്റ്റ് ഒന്നും വാങ്ങാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുമ്പോൾ റൂറൽ ഏരിയയിലേക്ക്, റൂറൽ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് ഓഫർ ചെയ്യുമ്പോൾ ഈ കൺസ്യൂമേഴ്സിൻ്റെ കാറ്റഗറിയെ കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ അവരുടെ വ്യത്യസ്തത, പല സ്വഭാവങ്ങളിലും അവർ അർബൻ കൺസ്യൂമേഴ്സിൽ നിന്ന് വ്യത്യസ്തരാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിനെ നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ 370 പേജിലാണ് ആ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ഉള്ളത്. യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് റൂറൽ കൺസ്യൂമേഴ്സ്. അർബൻ കൺസ്യൂമേഴ്സിൻ്റെ പോലെയല്ല. അർബൻ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കേഴ്സാണ്. അവർക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നിയാൽ അവരവരുടെ പൈസ ചിലവാക്കുന്നു, വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു. എന്നാൽ റൂറൽ കൺസ്യൂമേഴ്സ് അങ്ങനെയല്ല. അവരുടെ ഡിസിഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ പർച്ചേസ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ആ റൂറൽ ഏരിയയിലുള്ള അവരുടെ ആ കുടുംബത്തിലെ പുരുഷന്മാരാണ് പ്രധാനമായും അവരുടെ വീടുകളിലേക്ക് എന്ത് വാങ്ങണം, എങ്ങനെയുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കണം, എന്തൊക്കെയാണ് ഡ്യൂറബിൾസ് ആയിട്ട് വാങ്ങിക്കേണ്ടത്, FMCG പ്രോഡക്റ്റ് എത്ര വാങ്ങിക്കണം, ആ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്, ഭൂരിഭാഗം ഡിസിഷൻസും എടുക്കുന്നത് ആരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും? വീടുകളിലെ ഗൃഹനാഥന്മാരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും. അതേപോലെ തന്നെ ഡിസിഷൻസ് ഓഫൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. പല പ്രോഡക്റ്റുകളും വാങ്ങണമെന്ന് ഫാമിലിയിലുള്ള ചില ആളുകൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ആ ഫാമിലിയിലെ മറ്റുള്ളവർ ചിലപ്പോൾ അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. അതുപോലെ നമ്മുടെ നാല് പുറമുള്ളവർ എന്ത് വിചാരിക്കും, കാണുന്നവരെന്താ വിചാരിക്കുക, നമ്മുടെ നാട്ടിലുള്ളവർ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ച് പല പ്രോഡക്ട്സും വാങ്ങാതിരിക്കും റൂറൽ കൺസ്യൂമേഴ്സ്. ചിലപ്പോൾ മോഡേൺ ഡ്രസ്സിങ് സ്റ്റൈൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 1-2 കുട്ടികളൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായി എന്ന് വരാം.
അവർക്കത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അവരുടെ വീട്ടിലുള്ള മുതിർന്നവർ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല. അപ്പുറം ഇപ്പുറമുള്ളവർ എന്താണെന്ന് പറയുക എന്ന് ചോദിച്ച് രക്ഷിതാക്കൾ അവരെ നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രൈസ് സെൻസിറ്റിവിറ്റി, പ്രോഡക്ട്സിൻ്റെ വില, അത് നല്ലൊരു ഡിറ്റർമിനിങ് ഫാക്ടറാണ്. പല റൂറൽ കൺസ്യൂമേഴ്സും പ്രിഫർ ചെയ്യുന്നത് ലിക്വിഡിറ്റിയാണ്. അവരുടെ കയ്യിൽ എപ്പോഴും സേവിങ്സ് വേണം, അല്ലെങ്കിൽ അവർക്ക് കയ്യിലുള്ള പൈസ മുഴുവൻ ചിലവാക്കാൻ താല്പര്യമുള്ളവർ ചില ആളുകളുണ്ടാവില്ല. ചില ആളുകൾ നാട്ടിൻ പുറത്തുള്ളവർ പിശുക്കി ജീവിക്കുന്നുണ്ടാവും. അവനവൻ്റെ ബാങ്കിൽ ചിലപ്പോൾ പൈസയൊക്കെ ഉണ്ടാവും, എന്നിട്ട് അത് ആ തലമുറയാണ് കഴിയുമ്പോൾ അവരുടെ തൊട്ടടുത്ത തലമുറ വന്ന് ആ പൈസ മുഴുവൻ ചിലപ്പോൾ ദൂർത്തടിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ പ്രൈസ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഹൈ സെൻസിറ്റീവാണ്. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും പ്രൈസും ഒക്കെ ചെക്ക് ചെയ്തതിന് മാത്രമേ അവർ വാങ്ങി ഉപയോഗിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, പഞ്ചാബിലുള്ള ആളുകളുടെ സ്വഭാവമായിരിക്കില്ല ഉത്തർപ്രദേശിലുള്ള ആളുകളുടെ സ്വഭാവം, കർണാടകയിലുള്ള ആളുകളുടെ സ്വഭാവമാവില്ല കേരളത്തിലുള്ളവരുടെ. ഈവൻ നമ്മുടെ ഫുഡ് സ്റ്റൈലുകളിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഓരോ നാടുകളിൽ ഓരോ തരത്തിലാണ്, ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ രീതിയിലുള്ള ഫുഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഓഫർ ചെയ്തിട്ടേ അവിടെ കാര്യമുള്ളൂ. ആ നാട്ടിലുള്ള ആളുകൾ വാങ്ങണമെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന പ്രോഡക്റ്റ് വാങ്ങിക്കണം. അപ്പോൾ കേരളത്തിലൊക്കെ വരികയാണെങ്കിൽ അരി ഉൽപ്പന്നങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ഡിമാൻഡ് കൂടുതലുണ്ടാവുക. എന്നാൽ ബീഹാറിലേക്ക് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഗോതമ്പായിരിക്കും ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചോളമായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കർണാടകയിലൊക്കെ ഒരുപാട് ചോളത്തിൻ്റെ പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് വേണം നമ്മൾ ഓഫർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഹൈ പ്രൈസിലുള്ള ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഒന്നും ഇപ്പോൾ പാക്കിങ്ങിന് വേണ്ടി മാത്രം ചിലപ്പോൾ 50 രൂപയൊക്കെ ചിലവാക്കും ഒരു പ്രോഡക്റ്റിൽ. ഒരേ കേക്കായിരിക്കും നമ്മളൊരു സാധാരണ ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ 100 രൂപയ്ക്ക് കിട്ടുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള നല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ 200 രൂപ കൊടുക്കേണ്ടി വരും. ക്വാണ്ടിറ്റി ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ അതൊന്നും കൂടെ അട്രാക്റ്റീവായ രീതിയിൽ നല്ല രീതിയിലുള്ള പാക്കിങ്ങും നല്ല ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും. അത്തരം പ്രോഡക്റ്റുകളൊന്നും ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്ന പ്രീമിയം പ്രോഡക്റ്റ്സ് ഒന്നും ചിലപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ എല്ലാവരും വാങ്ങിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ചിലപ്പോൾ വാങ്ങിക്കും, അർബൻ കസ്റ്റമേഴ്സിൻ്റെ പോലെ ആ ലക്ഷറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് കാറ്റഗറി അത് പ്രിഫർ ചെയ്തു എന്ന് വരും. എന്നാൽ സാധാരണക്കാരായ സെക്കൻഡ് ആൻഡ് തേർഡ് കാറ്റഗറി അത് പ്രിഫർ ചെയ്യില്ല. അപ്പോൾ റൂറൽ മാർക്കറ്റിൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്യണം. റൂറൽ മാർക്കറ്റിംഗ് എന്താണ്? റൂറൽ മാർക്കറ്റ് എന്ന് നമ്മൾ നോക്കി. റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റിയും കാറ്റഗറിയും നോക്കി. ഇനി റൂറൽ മാർക്കറ്റിംഗ് നമ്മൾ എങ്ങനെയാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ റൂറൽ മാർക്കറ്റിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ഓരോ മാനുഫാക്ചറും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി ഗവൺമെൻറ് റൂറൽ മാർക്കറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ റൂറൽ ഏരിയയാണ് ഇന്ത്യയുടെ മെജോറിറ്റിയും. അപ്പോൾ ആ റൂറൽ ഏരിയയിലെ മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് സ്കീമുകളും ഒരുപാട് ഓർഗനൈസേഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായി വരുന്നതാണ് KVIC, ഇഫ്കോ, ക്രിപ്കോ, ആപ്കോ ഫാബ്രിക്സ് തുടങ്ങിയത്. KVIC എന്ന് പറയുമ്പോൾ നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, അതാണ് ഇഫ്കോ. ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ യൂറിയ അങ്ങനെയൊക്കെയുള്ള രാസവളങ്ങളൊക്കെ സബ്സിഡിക്ക് നൽകാൻ വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പിന്നെ വരുന്നത് ക്രിപ്കോ ആണ്, കൃപക് ഭാരതി, അതായത് കർഷകരുടെ ഇമ്പോർട്ടൻസിന് വേണ്ടി അവരുടെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ഓർഗനൈസ് ചെയ്തതാണ് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. പിന്നെ ഗിരിജൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതാണ് ആപ്കോ ഫാബ്രിക്സ് എന്ന് പറഞ്ഞത്. അതേപോലെ സാധാരണക്കാരായ ക്ഷീര കർഷകരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് മിൽമ ബൂത്ത് എന്ന് പറയും, നമ്മൾ സാധാരണ സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നാണ് പറയുക. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പലതരം ക്രെഡിറ്റ് സൊസൈറ്റികൾ സഹകരണ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നബാർഡിൻ്റെ ഓഫറിങ്സിലൂടെ പല പല പദ്ധതികളിലൂടെ കർഷകരെ സഹായിക്കാറുണ്ട്. വില്ലേജ് അഡോപ്ഷൻ സ്കീമൊക്കെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൂറൽ മാർക്കറ്റിലെ മാർക്കറ്റേഴ്സിനെ, നമ്മുടെ കർഷകരെ സേവിക്കാൻ വേണ്ടി
പരിശ്രമിക്കുന്നുണ്ട്, അവർ ഒരുപാട് പ്രോജക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ്റെയും 1990-ലെ LPG പോളിസിയുടെയും ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് റൂറൽ മാർക്കറ്റിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് തുടങ്ങിയത്. അതൊരു പുഷായി എന്ന് പറയില്ല നമ്മൾ. ആ ഒരു കാരണം കൊണ്ട് ആ ഗ്രോത്തിന് കുറച്ചുകൂടെ ഒരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ടേമിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ആൾ എഫേർട്സ് മെയ്ഡ് ബൈ ദി കമ്പനീസ് to move their already marketed goods and services to the rural consumers that gives them satisfaction, enhances their standard of living and thereby attains the organizational goal. അപ്പോൾ റൂറൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവർക്ക് അസംതൃപ്തമായ അവരുടെ ആഗ്രഹങ്ങളെ സംതൃപ്തമാക്കാനും വേണ്ടി കമ്പനികൾ ആൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത പ്രോഡക്ട്സ്, അതാണ് സ്പെഷ്യാലിറ്റി. അവർ അർബൻ ഏരിയാസിൽ അത് സപ്ലൈ ചെയ്ത് മാർക്കറ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് ആയിരിക്കും. അത് നമ്മുടെ റൂറൽ ഏരിയയിലുള്ള കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യണം. അങ്ങനെ ഓഫർ ചെയ്ത് ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ, ഇവരുടെ ഡിമാൻഡ്, ആ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് കൂടിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവരുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ കഴിയും. ഇവരുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ റൂറൽ ഏരിയയിലുള്ള ആളുകളെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ അവരെ അറിയിക്കണം, ഇത്തരം പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെ തരം വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് ഉള്ളത്, ഇതെല്ലാം അവരെ അറിയിക്കണം. പല കൺസ്യൂമേഴ്സിനും, നമ്മുടെ റൂറൽ ഏരിയയിലുള്ള കൺസ്യൂമേഴ്സിന് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് നോളജ് പോലും ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? അതായത് ഇപ്പോൾ FMCG പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അവർക്ക് ഡെയിലി ആവശ്യമുള്ള വളരെ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അത് അവരുടെ അടുത്തുണ്ടാവില്ല, റൂറൽ ഏരിയയിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ ഏരിയയിലേക്ക് കൂടി കടന്ന് ചെന്നുകൊണ്ട് കമ്പനീസ് എന്ത് ചെയ്യുന്നു? പ്രോഡക്ട്സ് ഓഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു റൂറൽ ഏരിയയിൽ 2 തരത്തിലുള്ള മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ഒന്ന്, പുറത്തു നിന്നുള്ള കമ്പനികൾ അവരുടെ പ്രൊഡക്ട്സ് റൂറൽ ഏരിയയിൽ കൊണ്ടുവന്ന് റൂറൽ കൺസ്യൂമേഴ്സിന് നൽകുന്നു, അവരിൽ നിന്ന് ഇൻകം നമ്മുടെ കമ്പനികൾ നേടിയെടുക്കുന്നു. നേരെ തിരിച്ചുമുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലുള്ള അഗ്രികൾച്ചറൽ ഇൻപുട്സും സെമി പ്രോസസ്ഡ് പ്രോഡക്ട്സും ഒക്കെ നഗരപ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, വയനാട്ടിൽ നിന്നൊക്കെയുള്ള കുരുമുളക്, ഏലം, അങ്ങനെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും മഞ്ഞൾപ്പൊടി, അങ്ങനെ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് പ്രോഡക്ട്സും ഒക്കെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ടൗണുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമെല്ലാം കയറ്റി അയക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ റൂറൽ ഏരിയയിൽ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? റൂറൽ മാർക്കറ്റിംഗ് മിക്സ്. നോർമലി അർബൻ ഏരിയയിൽ നമ്മൾ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് മിക്സ്, അതായത് മാർക്കറ്റിംഗ് മിക്സ് നമ്മൾക്കറിയാം 4 P's ഓഫ് മാർക്കറ്റാണ്. അതായത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതേപോലെ തന്നെ റൂറൽ ഏരിയയിൽ നമ്മൾ ഈ മാർക്കറ്റിംഗ് മിക്സ് കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഡിസിഷൻ, പ്രൈസിംഗ് ഡിസിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് മാർക്കറ്റിംഗ് മിക്സ് ഡിസൈഡ് ചെയ്യുമ്പോഴും കൺസ്യൂമേഴ്സിനാണ് പ്രിഫറൻസ്, കൺസ്യൂമേഴ്സിൻ്റെ ഹാബിറ്റ്സ്, അവരുടെ പ്രൊഡക്റ്റ് സെലക്ഷൻ സ്ട്രാറ്റജി, അത് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം എടുക്കുന്ന നമ്മളുടെ തീരുമാനം എന്താണ്? പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഡിസിഷൻ. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള നമ്മളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സാണ്, നമ്മൾക്ക് അവർ കൺസ്യൂമേഴ്സ് ആയി എന്ന് ആദ്യം തന്നെ പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളുടെ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് വേണം നമ്മൾ ഓഫർ ചെയ്യാൻ. അർബൻ ഏരിയയിൽ കൊടുക്കുന്നത് പോലെ ഏത് പ്രോഡക്റ്റും നൽകിക്കഴിഞ്ഞാൽ അവർ വാങ്ങിക്കില്ല. പല ലക്ഷൂറിയസ് പ്രോഡക്റ്റും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൂടി അവർ വാങ്ങില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള AC ഉപയോഗം ഇപ്പോൾ അടുത്താണ്, ഈ ചൂട് വളരെയധികം വർദ്ധിച്ചതിന് ശേഷമാണ് നാട്ടുമ്പുറത്തുള്ള ആളുകൾ AC ഒക്കെ വാങ്ങാൻ തുടങ്ങിയത്. പക്ഷേ ടൗണിലുള്ള ആൾക്കാർ ഒരു വീട് കെട്ടുമ്പോൾ തന്നെ അവർ AC അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഇവർക്ക് പൈസ ഉണ്ടാവും, പക്ഷേ
ഇത്രയും ആധുനിക രീതിയിലുള്ള ലക്ഷറിയസ് പ്രോഡക്റ്റ് ഒന്നും പലപ്പോഴും നമ്മുടെ കൺസ്യൂമേഴ്സ് വാങ്ങിക്കില്ല. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ കൊണ്ടുവന്ന് AC റെഫ്രിജറേഷൻ്റെ ഒക്കെ വലിയൊരു ഷോറൂം ഒരുപാട് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അർബൻ ഏരിയയിൽ കിട്ടുന്ന സെയിൽസ് ഒന്നും ഗ്രാമപ്രദേശത്ത് കിട്ടില്ല. അപ്പോൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ ഓഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം അവർ ഏതൊക്കെ പ്രോഡക്റ്റാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ടൗണിലുള്ള ആളുകൾ വില കുറച്ച് കൂടിയാലും ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആവും പ്രിഫർ ചെയ്യാം. എന്നാൽ ഗ്രാമപ്രദേശത്തിലുള്ളവർ അവർ സെമി ഓട്ടോമാറ്റിക് ആയിരിക്കും. കാരണം ടാപ്പ് ഇങ്ങനെ തുറന്നിട്ട് വെള്ളം ഫുൾ സമയം ഓണായി കിടക്കുന്ന തരം മെഷീൻസൊന്നും അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അവർ സെമി ഓട്ടോമാറ്റിക് ആയിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം പൈസയും കുറച്ച് കുറയും, അവർക്ക് അത്ര അങ്ങോട്ട് വെള്ളം നാശാക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ. പിന്നെ അതേപോലെ തന്നെ FMCG പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും. വില കുറഞ്ഞ ഡെയിലി ഉപയോഗിക്കുന്ന സോപ്പ്, ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും. പക്ഷെ അവരത് ഒരുപാട് വെറൈറ്റി ഒന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർക്ക് അത്യാവശ്യം നടന്നു പോകണം, കാര്യങ്ങൾ നടന്നു പോകണം, അങ്ങനത്തെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഷുഗർ. പല ഗ്രാമപ്രദേശങ്ങളിലും ഇന്നും ഷുഗറിന് പകരം ജാഗറി, ശർക്കര ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കരിപ്പെട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും അവർ പൈസ കൊടുത്ത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളോ സർവീസുകളോ ഒന്നും വാങ്ങാൻ ആഗ്രഹിക്കാറില്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും ബ്യൂട്ടി പാർലറിലാണ് ടൗണിലൊക്കെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മുടി വെട്ടുന്നതും മുഖം റെഡിയാക്കുന്നതും ഒക്കെ. ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയല്ല. ചിലപ്പോൾ അവരുടെ സ്ഥിരമായി അവിടെ ജോലി ചെയ്യുന്ന ഒരു ബാർബർ ഉണ്ടാവും, അയാൾക്ക് ആകെ ഒരൊറ്റ ഹെയർ സ്റ്റൈലേ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. പക്ഷേ ഗ്രാമത്തിലുള്ളവരെല്ലാം അവിടെ ആയിരിക്കും പോയി ഹെയർ കട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ പ്രൈസിങ് ഡിസിഷൻ, രണ്ടാമത്തെ മിക്സ് ആയിട്ട് വരുന്നത് പ്രൈസാണ്, പ്രൈസ് എലമെൻ്റ് ആണ്. അപ്പോൾ പ്രൈസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു യുണീക്ക് പ്രിഫറൻസസ് അല്ലെങ്കിൽ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ കൺസ്യൂമേഴ്സിൽ. റൂറൽ കൺസ്യൂമേഴ്സ് ആർ പ്രൈസ് സെൻസിറ്റീവ്. വില കൂടുന്നതിനനുസരിച്ച് അവർക്ക് ആ പ്രോഡക്റ്റിനോടുള്ള താല്പര്യം കുറയും. അവർക്ക് ന്യായമായ വിലയ്ക്ക് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാനാണ് ആഗ്രഹം ഉണ്ടാവുക. കാരണം ലിക്വിഡിറ്റി, അവരെ ഉള്ള പൈസ മുഴുവനായും ചിലവാക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുന്ന സമയത്ത് മീഡിയം ക്വാളിറ്റിയിൽ മീഡിയം റേറ്റിലുള്ള പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഹൈ ക്വാളിറ്റി പ്രീമിയം പ്രൈസിൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പലരും എന്ത് ചെയ്യാൻ റെഡിയാവില്ല, ആ പ്രോഡക്റ്റ് ഹൈ പ്രൈസ് കൊടുത്ത് വാങ്ങാൻ റെഡിയാവില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ചില പ്രോഡക്ട്സ് വാങ്ങാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. കാരണം അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകളാണ് അവരുടെ കയ്യിലുണ്ടാവുക, ധാന്യങ്ങൾ. ചിലപ്പോൾ ഗോതമ്പോ നെല്ലൊക്കെ അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, ലിക്വിഡ് ക്യാഷ് ഉണ്ടാവില്ല. ആ ഹാർവെസ്റ്റിംഗ് സീസണിൽ കുറച്ച് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വിറ്റിട്ട് കിട്ടുന്ന വരുമാനമായിരിക്കും അവരുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ്. അത് കുടുംബത്തിലത്തെ പ്രധാന മെയിൽ മെമ്പറായിരിക്കും പലപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധാരണക്കാരായ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഒക്കെ പല പ്രോഡക്റ്റും വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ പകരം തരാൻ ഗ്രെയിൻസ് ഉണ്ടാവും, ധാന്യങ്ങളെ ഉണ്ടാവും. അപ്പോൾ അവർ പലപ്പോഴും ബാർട്ടർ സിസ്റ്റം പ്രിഫർ ചെയ്യും. അതല്ലാതെ ഇപ്പോൾ ഒരു ചാക്ക് ഗോതമ്പ് കൊണ്ടുപോയി നമ്മൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊടുത്ത് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഇവർക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നതും പ്രശ്നമാണ്. ടൗണിലെ അടുത്തുള്ള കടകളിലൊക്കെ സ്ത്രീകളും കുട്ടികളും പോകുന്നുണ്ടാവും. അപ്പോൾ പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. പലപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ടൗണിലുള്ള അത്രയും ഗ്രാമങ്ങളിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു മാനുഫാക്ചറർ കുറച്ചൊക്കെ റിസ്ക് എടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രോഡക്ട്സ് ഗ്രാമപ്രദേശങ്ങളിൽ എത്തിച്ചാലും അവിടെ സീസണൽ ഡിമാൻഡായിരിക്കും. നമ്മളൊരു ഷോറൂം തുടങ്ങി വർഷത്തിൽ 12 മാസവും അവിടെ ഈ പ്രോഡക്ട്സ് എല്ലാം റെഡി സ്റ്റോക്കായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും അവിടെ റെഗുലർ കസ്റ്റമേഴ്സ് സ്ഥിരമായി എന്നും വരുമൊന്നുമില്ല. അവർക്ക് ഹാർവെസ്റ്റിംഗ് സീസണിലാണ് അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവുന്നത്. ആ സമയത്താണ് അവർ നന്നായി പർച്ചേസ് ചെയ്യുക. പൈസ ഇല്ലാത്ത സമയത്ത് അവരൊന്നും വാങ്ങിക്കുന്നുണ്ടാവില്ല കടയിൽ പോയിട്ട്. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡിയായ ആളുകൾ മാത്രമേ റൂറൽ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യേണ്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കർഷകർ ഉപയോഗിക്കുന്ന ട്രാക്ടർ അങ്ങനെയുള്ള ഇപ്പോൾ പമ്പ് സെറ്റുകൾ അങ്ങനെയൊക്കെ കുറച്ച് വില കൂടിയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ ടൗണിലുള്ള കടയിൽ പോയിട്ടായിരിക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. എന്നാൽ അവരുടെ ഡെയിലി
നീഡുകളെ മീറ്റ് ചെയ്യാൻ വേണ്ട, അപ്പോൾ സോപ്പ്, പേസ്റ്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഡക്റ്റ്സൊക്കെ അവർ തൊട്ടടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിൽ പോയായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അതല്ലാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ടൗണിലേക്ക് ഷോപ്പിങ്ങിന് പോകുന്ന സ്വഭാവമൊന്നും പല ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. ഒരു റീറ്റെയിൽ ഷോപ്പ് പോലെ അവർക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം ഓഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയാൽ നമ്മുടെ പ്രോഡക്റ്റ് മാത്രം പോരാ, എല്ലാ പ്രോഡക്റ്റും ആ ഗ്രാമത്തിലുള്ള ആ കൺസ്യൂമേഴ്സിന് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റും സ്മാൾ ക്വാണ്ടിറ്റീസിൽ നമ്മൾ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കണം. അത്തരം ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഏതാ? പ്രൊമോഷൻ ഡിസിഷനാണ്. പ്രോഡക്ട്സിൻ്റെ സെയിൽസ് പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്രൊമോഷന് വേണ്ടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് കൃത്യമായി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയായിരിക്കണം. ഇപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലോ ഒന്നും നമ്മൾ പരസ്യം ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സിനിമയ്ക്ക് പോകുന്ന സ്വഭാവം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും സിനിമയ്ക്ക് പോകുന്ന സ്വഭാവം ഒന്നും ഗ്രാമത്തിലുള്ളവർക്ക് ഉണ്ടാവില്ല. അവർ ഉത്സവ സീസണിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുന്നത്. അതേപോലെ തന്നെ എല്ലാ വീട്ടിലും ടി വി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഏറ്റവും ഉൾപ്രദേശത്തുള്ള ആളുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന മീഡിയാസ് എന്ന് പറയുന്നത് റേഡിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ. അപ്പോൾ അവിടെ കുറച്ച് വീടുകളിലൊക്കെ ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ടാവും. ദെൻ അതേപോലെ തന്നെ മാഗസീൻസോ ചില ആഴ്ചകളിലൊക്കെ കിട്ടുന്ന വീക്കിലി ആണെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ച് വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ അവരിലേക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ ഉപയോഗിച്ച് വേണം പ്രൊമോഷണൽ സ്ട്രാറ്റജി നടത്തേണ്ടത്. അതേപോലെ പ്രൊമോഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് അവരുടെ ഡിമാൻഡ് സീസണൽ ഡിമാൻഡാണ്. അപ്പോൾ എപ്പോഴാണോ അവരുടെ കയ്യിൽ പർച്ചേസിങ് പവർ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നല്ല സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് അവർക്ക് നൽകണം. ഓഫ് സീസൺ ആവുന്ന സമയത്ത് ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും കടയിൽ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ക്ലയൻറ്റും ലൊക്കേഷനും ഓരോ ഏരിയയും നോക്കി ആ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജി വേണം അഡോപ്റ്റ് ചെയ്യാൻ. ഓരോ കൺസ്യൂമറെയും നമ്മൾ സ്പെഷ്യലായി പ്രിഫർ ചെയ്ത്, അതായത് 3 കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാറ്റഗറിക്കും അനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് മാർക്കറ്റർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ കുറേ ഐറ്റംസ്, റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ ബണ്ടിലാക്കി കഴിഞ്ഞ് നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുകയും ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് നമ്മുടെ കടയിലേക്കോ നമ്മുടെ പ്രോഡക്റ്റോ പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് റെഗുലർ ഇൻകം അല്ല. അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ പൈസ ഉള്ള സമയത്ത് അവർ ഫുൾ പേയ്മെൻറ്റ് തരും, അല്ലാത്ത സമയത്ത് അവർ കടത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള പേയ്മെൻറ്റ് സ്കീമുകളൊക്കെ ഓഫർ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ട്രഡീഷണൽ ആൻഡ് മോഡേൺ മീഡിയ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രൊമോഷൻ ആയിരിക്കും ഏറ്റവും സ്യൂട്ടായി കിട്ടുന്നത്. അപ്പോൾ റൂറൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഈ 4 ഡിസിഷൻസും പ്രോപ്പറായി എടുത്ത് നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് റൂറൽ മാർക്കറ്റ് ഏതാണ്, അവിടെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ച് വേണം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ കമ്പൈൻ ചെയ്യേണ്ടത്. റൂറൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു 4 A's കാണാൻ കഴിയും. 4 A's ഓഫ് റൂറൽ മാർക്കറ്റിംഗ്. നമ്മൾ മോഡേൺ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ അർബൻ മാർക്കറ്റിങ്ങിൽ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പഠിക്കാറില്ലേ, അതേപോലെ റൂറൽ മാർക്കറ്റിൽ വരുന്നതാണ് 4 A's ഓഫ് റൂറൽ മാർക്കറ്റിംഗ്. 4 A's എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും വരുന്നത് ഫസ്റ്റ് A എന്ന് പറയുന്നത് അഫോർഡബിലിറ്റിയാണ്. ദെൻ അവെയർനെസ്, acceptability, fourth one awareness, acceptability, availability, affordability.
ഈ 4 Aസിനെ നമ്മൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾക്ക് ആ റൂറൽ ഏരിയയിൽ നിന്ന്, ആ റൂറൽ മാർക്കറ്റിൽ നിന്ന് ഒരു കമ്പനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇവിടെ നമ്മൾ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം പറയുന്നുണ്ട് അഫോർഡബിലിറ്റി. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റ് വില്ലേജിലെ കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ ആണോ, അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണോ, അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റിക്ക് സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ നമ്മൾ ഓഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇപ്പോൾ നമ്മൾ പ്രൈസ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെയധികം പ്രൈസ് സെൻസിറ്റീവാണ് റൂറൽ കസ്റ്റമേഴ്സ്. അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ട് അവർക്ക് ആവശ്യങ്ങളുണ്ടാവും, ഒരുപാട് ആവശ്യങ്ങൾ. പക്ഷേ അത് വാങ്ങാനുള്ള കപ്പാസിറ്റി കുറവാണ്, ലോ ഇൻകം ആണ്. ആ ഇൻകം എന്ന് പറയുന്നത് തന്നെ സീസണൽ ഇൻകമാണ്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലുള്ള ആ ചുരുങ്ങിയ ഡിസ്പോസൽ ഇൻകം, നമ്മൾക്ക് ആ ചിലവാക്കാനുള്ള ആ ഒരു ഇൻകം വളരെ കുറവാണ് ഡിസ്പോസിബിൾ ഇൻകമായിട്ട് വരുന്നത്. ആ വരുമാനത്തിൻ്റെ ഒരു ഷെയർ എടുത്ത് ഇത് വാങ്ങിക്കുമ്പോൾ അവർക്കത് അഫോർഡബിൾ ആയിരിക്കണം. അതിനു വേണ്ടിയാണ് പല വലിയ വലിയ കമ്പനികളും അവരുടെ പ്രോഡക്ട്സ് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ 1 രൂപയുടെ ഷാംപൂ, 2 രൂപയുടെ ബിസ്ക്കറ്റ്, 5 രൂപയുടെ ബിസ്ക്കറ്റ് പാക്കറ്റ്, 10 രൂപയുടെ സോപ്പ്, 1 രൂപയുടെ പൽപ്പൊടി, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ചെറിയ ചെറിയ പാക്കറ്റുകളിൽ. ടൗണിലുള്ള ആളുകൾക്ക് വേണ്ടിയല്ല, അവർ ഒരു മാസത്തേക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ഗ്രാമപ്രദേശത്തുള്ളവർ അങ്ങനെയല്ല. അവരുടെ അത്യാവശ്യത്തിന്, ഇപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ജസ്റ്റ് ഒരു പാക്കറ്റ് പാൽപ്പൊടി വേണം ചായ ഉണ്ടാക്കാൻ, അപ്പോൾ 10 രൂപയുടെ പാൽപ്പൊടി. അങ്ങനെ അവരുടെ വരുമാനത്തിനനുസരിച്ച് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രോഡക്ട്സിനെ പ്രൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഓഫർ ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ആ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്ന സമയത്ത് പരമാവധി അതിൽ നിന്ന്, ആ വാല്യൂവിൽ നിന്ന്, അവർ കൊടുക്കുന്ന ആ പ്രൈസിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ഓഫർ ചെയ്യണം. അതായത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ പ്രൈസിൽ ഓഫർ ചെയ്യാൻ ശ്രമിക്കണം. അഫോർഡബിൾ ആയിരിക്കണം. ദെൻ അവർക്ക് ആ പ്രോഡക്റ്റ് ആക്സെപ്റ്റബിൾ ആവണം. ആക്സെപ്റ്റബിലിറ്റി, അതായത് പ്രോഡക്റ്റ് വാല്യൂ, പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അവരുടെ അൺസാറ്റിസ്ഫൈഡ് നീഡിന് സാറ്റിസ്ഫൈ ആക്കണം. അതുപോലെ തന്നെ അവർക്ക് അവരുടെ സാഹചര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് വേണം നമ്മൾ നൽകേണ്ടത്. ഇപ്പോൾ ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് അവർക്ക് അവരുടെ വീട്ടിൽ അവർക്ക് അത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, അവർക്ക് ലഭ്യമായ സൗകര്യങ്ങൾ വെച്ച്. നമ്മൾ പറഞ്ഞു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ കാര്യം, ടാപ്പ് ഓൺ ചെയ്ത് റെഗുലർ ഫ്ലോ ഓഫ് വാട്ടർ ഉറപ്പുവരുത്താൻ പറ്റാത്ത നമ്മളുടെ റൂറൽ കസ്റ്റമേഴ്സ് എല്ലായ്പ്പോഴും പ്രിഫർ ചെയ്യുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഓരോ ഇപ്പോൾ TV ആണെങ്കിലും ചെറിയ ചെറിയ ലക്ഷറിയസ് പ്രോഡക്റ്റ് ചെറിയ രീതിയിൽ അവർക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഓഫർ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട് സമ്പൂർണ്ണ TV ബൈ LG ഇലക്ട്രോണിക്സ് ആൻഡ് ചോട്ടാകൂൾ റെഫ്രിജറേറ്റർ ബൈ ഗോദ്രേജ്. അപ്പോൾ റൂറൽ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച്, അവർക്ക് അർബൻ കസ്റ്റമേഴ്സിൻ്റെ അത്ര ഒരുപാട് ദിവസത്തേക്ക് പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യൊന്നും വേണ്ട. അത്യാവശ്യമായിട്ട് ഇപ്പോൾ കുറച്ച് മാവ് എക്സ്ട്രാ വന്നാൽ എടുത്ത് വെക്കണം, പാൽ പാക്കറ്റ് 2 എടുത്ത് വെക്കണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ആവശ്യങ്ങളെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചെറിയ ഫ്രിഡ്ജ് മതി. അതാണ് ചോട്ടാകൂൾ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ രീതിയിൽ കസ്റ്റമേഴ്സിന് അവരുടെ പ്രിഫറൻസ് നോക്കി, അവരുടെ അത്യാവശ്യം നോക്കി നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് അവർക്ക് ഓഫർ ചെയ്യണം. അപ്പോൾ മാത്രമേ അവർ വാങ്ങിക്കുള്ളൂ. ആക്സെപ്റ്റബിലിറ്റി. ദെൻ അവെയർനെസ് ആണ്. അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളുടെ കസ്റ്റമേഴ്സിലെത്തണം, കൺസ്യൂമേഴ്സിലെത്തണം. ഈ പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. റൂറൽ കൺസ്യൂമേഴ്സിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പല ഏരിയയിലുമുള്ള ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ ഇന്നും നിരക്ഷരരാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അക്ഷരം അറിയാത്ത ആൾക്കാരെ കാണാൻ ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ രാജ്യത്തും ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനത്തും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പല പ്രദേശങ്ങളിലും നിരക്ഷരരായ ആളുകളുണ്ട്. അവർ ഏറ്റവും ട്രഡീഷണലായ വല്ല മീഡിയയൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടാവും. ചിലർ റേഡിയോ പോലും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ നാട്ടിൽ ഉത്സവങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച ചന്തകളൊക്കെ ഉണ്ടാവും,
അങ്ങനെയുള്ള ഫെസ്റ്റിവൽസോ അവിടെ ട്രേഡ് ഫെയറുകളോ ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുക, അവരോട് പറയുക, ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുക. അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുക, പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നെസസറി ഇൻഫർമേഷൻ കൊടുത്ത് അവരെ ബോധവാന്മാരാക്കുക ആ പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും. ദെൻ ഇപ്പോൾ അവയർനെസ് പറഞ്ഞു, ആക്സെപ്റ്റബിലിറ്റി പറഞ്ഞു, ലാസ്റ്റിൽ പറയുന്നത് എന്താണ്, അവൈലബിലിറ്റി ഓഫ് പ്രോഡക്റ്റ്. നമ്മൾ പ്രോഡക്റ്റ് സീസണൽ ഡിമാൻഡാണ് പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിനുണ്ടാകുന്നത്. ഹാർവെസ്റ്റിംഗ് സമയത്ത് അവർക്ക് നല്ല വരുമാനം ഉണ്ടാവും, അപ്പോൾ അവർ നന്നായി പർച്ചേസ് ചെയ്യും. അതേപോലെ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആയിരിക്കും ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഡിമാൻഡുള്ള സമയത്ത് പ്രോഡക്റ്റ്സ് അവിടെ അവൈലബിൾ ആവണം. അതല്ലാതെ ആവശ്യമില്ലാത്ത സമയത്ത് അവിടെ ഒരു AC ഷോറൂമും തുറന്ന് കുറേ പ്രോഡക്റ്റ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറർക്ക് പലപ്പോഴും ലോസ് ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ എപ്പോഴാണോ അവർക്കത് ആവശ്യമുള്ളത്, അവരുടെ ചന്തകൾ നടക്കുമ്പോഴും, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഫെസ്റ്റിവൽ സമയത്തൊക്കെയാണ് അവർ കുറേ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഫാൻസി പ്രോഡക്റ്റൊക്കെ അവർ അപ്പോഴാവും വാങ്ങുന്നത്, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ആ ഒരു സീസൺ, ആ ഒരു പർട്ടിക്കുലർ ഫെസ്റ്റിവൽ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യാപാരമേളകളോ ഉത്സവങ്ങളോ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ്സ് അവിടെ ടെമ്പററി സ്റ്റാളുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടേ കൊടുക്കുക. അല്ലാതെ സ്ഥിരമായി അവിടെ ഒരു ഓർഗനൈസ്ഡ് ഷോറൂമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ അവൈലബിൾ ആയ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉപയോഗിക്കുക, ഓട്ടോറിക്ഷകളോ ബുള്ളക്ക് കാർട്ടുകളോ പബ്ലിക് കാരിയേഴ്സോ ഒക്കെ ഉപയോഗിച്ച് പ്രോഡക്റ്റ്സ് അവിടെ എത്തിക്കുക. പിന്നെ ഡെലിവറി വാൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതാണ്. പ്രോഡക്റ്റും കൊണ്ട് അവരുടെ മാർക്കറ്റുകളിലൂടെ, അതായത് അവരുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ചെല്ലുക, ആവശ്യമുള്ള ആളുകൾ വാങ്ങിക്കും, അല്ലാത്ത പ്രോഡക്റ്റുമായി നമുക്ക് തിരിച്ച് ടൗണിലേക്ക് വരികയും ചെയ്യാം. അങ്ങനെ റൂറൽ കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള സമയത്ത് പ്രോഡക്ട്സിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ മാനുഫാക്ചറേഴ്സ് അത്തരം പോളിസികൾ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ 4 P's ഓഫ് മാർക്കറ്റിങ്ങിനെ നമ്മൾ ഏകദേശം റീപ്ലേസ് ചെയ്യുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ റൂറൽ മാർക്കറ്റിങ്ങിൽ 4 P's ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി മാത്രം നോക്കി നിന്നാൽ നമ്മൾക്ക് അവരെ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, ഈ 4 A's കൂടെ കൺസിഡർ ചെയ്യണം. 4 A's എന്ന് പറയുമ്പോൾ അഫോർഡബിലിറ്റി, അവയർനെസ്, ആക്സെപ്റ്റബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി. അതിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത് നമ്മുടെ 4 P's തന്നെയാണ്. അതായത് അഫോർഡബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്രൈസാണ് നമ്മൾ മെയിൻ ഡിസിഷൻ മേക്കിംഗ് ഫാക്ടറായി എടുക്കുന്നത്. ആക്സെപ്റ്റബിലിറ്റിയിൽ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാല്യൂ ആണ്. അവയർനെസ്സിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രൊമോഷനാണ്. അവൈലബിലിറ്റിയിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ പ്ലേസ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് മിക്സിലെ എലമെൻറ്റിനെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ റൂറൽ മാർക്കറ്റിൽ ഈ 4 A's എന്താണ് എന്നുള്ളത് ഒരു മാർക്കറ്റർ കൃത്യമായി അറിഞ്ഞിരിക്കണം. ദെൻ നമ്മുടെ ഈ യൂണിറ്റിലത്തെ ലാസ്റ്റ് ടോപ്പിക്ക് എമർജിങ് ട്രെൻഡ്സ് ഓഫ് റൂറൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റൂറൽ മാർക്കറ്റിങ്ങിൽ കണ്ടുവരുന്ന പുതിയ പ്രവണതകൾ. അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഓൺലൈൻ സർവീസസ്. ഇന്ന് ഏതൊരു ഗ്രാമത്തിലാണെങ്കിലും അവിടെ നമ്മൾക്ക് നെറ്റ്വർക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മളുടെ മോഡേൺ സൗകര്യങ്ങളുള്ള മൊബൈൽ ഫോണുകളൊക്കെ ഒരുവിധം എല്ലാ ആളുകളുടെ കയ്യിലുമുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കൊറോണ എന്ന് പറയുന്ന ഒരു സാംക്രമിക രോഗം വന്നപ്പോൾ ഓരോ വീട്ടിലും മൊബൈലുകൾ എത്തി. കുട്ടികൾ പഠിക്കുന്നത് മൊബൈലിലൂടെയായി, TV-യിലൂടെയായി, ചാനലുകളിലൂടെയായി. അപ്പോൾ എല്ലാ ഗ്രാമീണരും ഈ ICT റവല്യൂഷൻ്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യകൾ, ചിലപ്പോൾ അവരുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും അറിയുന്നത്, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആ ഒരു പഠിക്കുന്ന ലെവൽ ഓഫ് വയസ്സിലുള്ള കുട്ടികൾക്കായിരിക്കും അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി ഓരോ റൂറൽ ഏരിയയിലുമുള്ള ഓരോ കുടുംബങ്ങളിലും ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ചും ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവർക്ക് സ്യൂട്ടബിളായ രീതിയിലുള്ള പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള പ്രോഡക്റ്റ് ഏത് സ്ഥലത്തേക്കും എത്തിക്കാനുള്ള സൗകര്യം ഇന്നുണ്ട് എന്ന് ഫാർമേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ സർവീസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിലൂടെ റൂറൽ മാർക്കറ്റിങ്ങിൽ വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത്, ഫുഡ് ആപ്പുകൾ, അതേപോലെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് അവനവൻ്റെ വീട്ടിലിരുന്ന് ഫോണിൽ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാം. അങ്ങനെയുള്ള ഓൺലൈൻ സൗകര്യങ്ങൾ പ്രോഡക്റ്റ് ക്വാളിറ്റിയെക്കുറിച്ച്
സെർച്ച് ചെയ്യാം. നമ്മളുടെ പ്രോഡക്റ്റിന്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിന് ഏത് നാട്ടിലാണ് ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു സൈറ്റ് തുടങ്ങി അതിൽ നമ്മുടെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ അവിടെ നിന്ന് ഓർഡർ ചെയ്യും. ഈ ഫാർമേഴ്സിന് ഇത് കൊറിയറിലോ മറ്റ് VPP സൗകര്യങ്ങൾ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിൽ ഇത് അയച്ചു കൊടുക്കാം. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ നമ്മുടെ ഫാർമേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വയനാട്ടിൽ നിന്നൊക്കെയുള്ള ഫാർമേഴ്സ് അവർ ഡയറക്റ്റായി വെബ്സൈറ്റ് തുടങ്ങുന്നു, അവരുടെ പ്രോഡക്റ്റ് അതിലിടുന്നു, ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുന്നു, അവർ അയച്ചു കൊടുക്കുന്നു. വാട്സപ്പിലൂടെയും നമ്മൾക്ക് ഓർഡർ ചെയ്യും. ദെൻ എൻകറേജ്മെൻറ്റ് ഓഫ് നീഡ് ബേസ്ഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ പലപ്പോഴും ആളുകൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിനാണ് ഡിമാൻഡ് കൂടുതലുള്ളത്, അല്ലാതെ പണ്ടത്തെ പോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് മുഴുവൻ നെല്ലോ ഗോതമ്പോ കപ്പയോ അങ്ങനെ കൃഷി നടുകയല്ല. ഏത് പ്രൊഡക്റ്റിനാണ് ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു നീഡ് ബേസ്ഡ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് റൂറൽ മാർക്കറ്റിങ്ങിൽ. ദെൻ എൻറിച്ചിങ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. ഓരോ ഫാർമേഴ്സിനും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തി, അതായത് അവരുടെ അഗ്രികൾച്ചറൽ ഇൻപുട്സ് വാങ്ങുമ്പോൾ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, ആ കൃഷി നടത്തി അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ അവർക്ക് എത്ര വരുമാനം ഉണ്ടാകുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇന്ന് എല്ലാ കസ്റ്റമേഴ്സിനും, അതായത് എല്ലാ ഫാർമേഴ്സിനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ സ്ട്രാറ്റജി അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. ദെൻ മോഡിഫൈയിങ് ഓപ്പറേഷൻ ആൻഡ് സ്ട്രാറ്റജീസ്. ഓരോ മാർക്കറ്റേഴ്സും റൂറൽ ഏരിയയിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്, അതിന് തന്നെ മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അവർ റൂറൽ വുമനെ എംപവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ശക്തി അമ്മ. അതിൽ സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അതേപോലെ തന്നെ ഗോദ്രേജ് ഈസ് ട്രെയിനിങ് റൂറൽ യൂത്ത്, നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു ഫോർമാറ്റായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആധാർ റൂറൽ മാർക്കറ്റ്സിൽ. പിന്നെ ITC പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചൗപ്പൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതെന്തിനാണ്? എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾ ഇൻ്റർമീഡിയേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഹാൻഡ്ലിംഗ്. അപ്പോൾ ഓരോ കമ്പനികളും ഓരോ ബിഗ് മാനുഫാക്ചറേഴ്സും അവരുടെ ഓപ്പറേഷണൽ സ്ട്രാറ്റജീസ് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ റൂറൽ കൺസ്യൂമേഴ്സിലേക്ക് എത്താനും അവരെ സാറ്റിസ്ഫൈ ചെയ്ത് നിലനിർത്താനും വേണ്ടി പുതിയ പുതിയ പ്രൊമോഷണൽ സ്ട്രാറ്റജികളും ഓപ്പറേഷണൽ മെത്തേഡുകളും ഇന്ന് മാർക്കറ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ വരുന്നത് എമർജൻസ് ഓഫ് ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ്. ഇന്നത്തെ കാലത്ത് ഗ്രാമപ്രദേശമാണ് എന്ന് വിചാരിച്ച് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒന്നും റൂറൽ മാർക്കറ്റിനെ അവോയ്ഡ് ചെയ്യുന്നില്ല. അവർ റൂറൽ കസ്റ്റമേഴ്സിന് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ മാർക്കറ്റ് ഷെയർ എൻലാർജ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രമുഖരായ ബ്രാൻഡുകളും ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകൾ, മാൾ കൺസെപ്റ്റൊക്കെ വന്നതോടുകൂടി എല്ലാ പ്രദേശങ്ങളിലും മാളുകളായി. അപ്പോൾ അതിലെല്ലാം ഓരോ സ്പേസ് എടുത്തുകൊണ്ട് പല മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും റൂറൽ റീറ്റെയിലിങ്ങിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മൾ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചതാണ് റൂറൽ റീറ്റെയിലിംഗ്. അപ്പോൾ ആ റൂറൽ റീറ്റെയിലിങ്ങിൽ ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ചൗപ്പൽ സാഗർ. ITC ആണ് ഏറ്റവും ആദ്യം റൂറൽ റീറ്റെയിലിങ്ങിൽ ഒരു മാൾ കൺസെപ്റ്റ് കൊണ്ടുവന്നത്, ചൗപ്പൽ സാഗർ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ എല്ലാ കർഷകർക്കും അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഔട്ട്പുട്ട്സ് കൊണ്ടുപോയി അത് വിൽക്കാനും ആ വരുമാനത്തിൽ നിന്ന് അവർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങാനുമുള്ള സൗകര്യം ആ മാളിൽ അവർക്ക് ലഭ്യമാണ് ചൗപ്പൽ സാഗറിൽ. അതേപോലെ തന്നെ ഹരിയാലി കിസാൻ ബാസാർ DCM ശ്രീറാമിൻ്റെയാണ്. ടാറ്റ കിസാൻ സാഗർ ടാറ്റ കെമിക്കൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ആധാർ ഗോദ്രേജ് ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാം. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ വലിയ വലിയ കമ്പനികൾ റൂറൽ മാർക്കറ്റുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ഗവൺമെൻറ് ഒരുപാട് നെറ്റ്വർക്ക് സിസ്റ്റംസ് റൂറൽ ഏരിയയിൽ കൊണ്ടുവരുന്നുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ കേന്ദ്രങ്ങൾ. ദെൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVIC നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ. പിന്നെ റൂറൽ ബാങ്കുകൾ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് IFFCO, ഇതെല്ലാം ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്ത് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ്.
എന്തു തന്നെയാണെങ്കിലും റൂറൽ മാർക്കറ്റേഴ്സിന് ഇന്നത്തെ മോഡേൺ മാർക്കറ്റിങ്ങിൽ വളരെ പ്രൊമിനൻ്റായ ഒരു പ്ലേസ് ഉണ്ട്. റൂറൽ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് കമ്പനികൾ, ഒരുപാട് മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂറൽ മാർക്കറ്റിംഗ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മൾ റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്, അവരുടെ ബിഹേവിയറാണ്. അതിനനുസരിച്ച് 4A's ഒക്കെ പ്രോപ്പറായി മിക്സ് ചെയ്ത് കൺസിഡർ ചെയ്ത് ഒരു റൂറൽ മാർക്കറ്റിംഗ് മിക്സ് പോളിസിയൊക്കെ അഡോപ്റ്റ് ചെയ്ത് നമ്മളുടെ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് റൂറൽ മാർക്കറ്റ്.